ഒരു മാനസിക പിന്തുണ ലഭ്യമാകുന്ന നിലയിൽ ഇപ്പോൾ നിലവിൽ 13 പേർ ചികിത്സയിൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പൊള്ളലൊന്നുമില്ലാതെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ 14 പേരുണ്ട്. ആളെ കൂടി അദ്ദേഹത്തിനൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു അസ്വസ്ഥതയോ, കാരണം ഈ ഒരു സംഭവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരാളാണ്. അതുകൂടാതെ ഒരാൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവിടെ പോയി എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 പേരാണ്. പക്ഷെ അത് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ PRDയുടെ വാർത്താക്കുറിപ്പ് ഉണ്ടാകും, ഇപ്പോൾ ഉണ്ടാകും, രാവിലെയും ഉണ്ടാകും, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കും. അതുകൂടാതെ ജില്ലാ കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്, ആശുപത്രിയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇതെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ കോർഡിനേറ്റ് ചെയ്യും. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും മാധ്യമ പ്രവർത്തകരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒരു മാനസിക പിന്തുണ നൽകുന്നതിനും ഇതിലൊരു ആശങ്ക ഉണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സംഭവത്തിൽ കണ്ട അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള എല്ലാവർക്കും ആ നിലയിലുള്ള കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ളവർക്ക് അതുകൂടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന എല്ലാ ചികിത്സയും ഇവർക്ക് ലഭ്യമാക്കി. 2 പേരുടെ കാര്യം പറഞ്ഞല്ലോ, വെന്റിലേറ്ററിലാണ്. 5 പേർക്ക് നല്ല ഗുരുതരമായിട്ടുള്ള ബേൺസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും തന്നെ തിരിച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമമാണ് നടത്തുന്നത്. നമുക്ക് 7 ബോഡി പാർട്സ്, അതായത് പൂർണ്ണ ഹോൾ ബോഡി, പൂർണ്ണമായി ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടാതെ പൂർണ്ണമായ ശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത് 7 പേരുടേതാണ്. എന്നാൽ 9 ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട്, പല ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 2 പേരുടെയാണോ അങ്ങനെയൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ തിരിച്ചറിയാൻ കഴിയുന്ന, അതായത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ബോഡി പാർട്സ് ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചും എല്ലാത്തിലും തന്നെ ഒന്ന് DNA സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ്. ഈ ശരീരങ്ങളെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. പിന്നെ ചില ബോഡീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തത് ചില ഇപ്പോൾ കടുക്കൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് 4 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്.